മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, അതായത് CMDR ഫണ്ടിലേക്ക് പല MLA-മാരും പണം നൽകിയിട്ടില്ല എന്നൊരു ആരോപണം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് MLA-മാർ, അങ്ങനെയാണ് അവർ എടുത്തു പറയുന്നത്. അതിലൊരു ലിസ്റ്റ് ഓഫ് ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചാണ്ടി ഉമ്മന്റെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അതിന് കൃത്യമായ വിശദീകരണവും തെളിവ് സഹിതം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇത്ര രൂപ നൽകിയതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-ന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിരൽത്തുമ്പിൽ എത്തുന്ന ഡാറ്റകൾക്ക് വേണ്ടി ഇത്രയും വലിയ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന CPM ഇപ്പോഴും ഈ പറയുന്ന 16-ാം 17-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം സാങ്കേതികവിദ്യ വളർന്നത് CPM അറിയാത്തത് കൊണ്ടാണോ ഇത്രയും പൊള്ളയായ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ ലിസ്റ്റ് ആരാണിരുന്ന് ഉണ്ടാക്കിയതെന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. ഗോവിന്ദ മാസ്റ്ററും പിണറായി സഖാവും കൂടെ കുത്തിയിരുന്ന് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് ഉണ്ടായ പിഴവുകളാണ്. പ്രായമാകുമ്പോൾ നമുക്ക് പല അധികം തെറ്റുകൾ പറ്റും, മറവി സംഭവിക്കാം. അതേപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ തോന്നും, എന്തെങ്കിലുമൊക്കെ പറയണം എന്ന രീതിയിൽ. കാരണം മുത്തശ്ശിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വെറുതെ ഇരുന്ന് ചീത്ത പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വെറുതെ പ്രായത്തിന്റെയാണ് എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത്. അവരെ നമ്മൾ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള പ്രായമുള്ള ആളുകളേക്ക് നമ്മൾ എന്താണ് ചെയ്യുക? പ്രത്യേകിച്ച് കാര്യമായ കാര്യങ്ങളിൽ ഇടപെടുത്താതെ അവരുടേതായ ഒരു ലൈഫിലേക്ക് നമ്മൾ മാറ്റി. പണ്ടൊക്കെ പറയുകയാണെങ്കിൽ രാമനാമവും ജപിച്ച് മാറിയിരിക്കുക എന്നുള്ള രീതിയിൽ, ഇപ്പോ സഖാക്കളായതുകൊണ്ട്, ദൈവവിശ്വാസികളല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ വായിച്ച് മാറി കുറച്ച് സമാധാനമായ ജീവിതം. എന്തായാലും അവർ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാണില്ല ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ പ്രതികരിക്കുമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ തങ്ങളെ ഒരു സംഘർഷത്തിലാക്കുന്ന രീതിയിലേക്ക് ഇദ്ദേഹം പ്രതികരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. ചാണ്ടി ഉമ്മന്റെ ഒരു കാര്യമുണ്ട്, അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപേ എന്ന് പറയുന്നത് പോലെ ചാണ്ടി ഉമ്മനെ അറിയാമായിരുന്നിരിക്കണം ഇത്തരത്തിലൊരു ആരോപണം വരുമെന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൊടുക്കുന്ന ഫണ്ട് സഖാക്കളുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടായിരിക്കാം, മുൻകരുതലായിട്ട് എടുത്തു വെച്ചതുമായിരിക്കാം. അവിടെ എത്തണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു ഫണ്ട് ഇദ്ദേഹം 50,000 രൂപ കൈമാറിയിട്ടുണ്ട്. കൈമാറിയ ഫണ്ട് നിങ്ങളുടെ അവിടേക്ക് എത്തിയില്ല, പട്ടികയിൽ ഇയാളുടെ പേരില്ലെങ്കിൽ ആ പൈസ അടിച്ചു മാറ്റിയത് CPM ആണ്. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ പറയേണ്ടി വരും. നമുക്കറിയാം ഈ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നത്തെ പറ്റിയിട്ട് ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. വോളണ്ടിയേഴ്സ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും, മാധ്യമ പ്രവർത്തകരാണെങ്കിലും, ബാക്കി സന്നദ്ധ സംഘടനകളാണെങ്കിലും, നമ്മൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അവിടേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പണമായി കൊടുക്കുന്നവരുണ്ടായിരുന്നു, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിന്ന് ഒരു ദുരിതബാധിത പ്രശ്നമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഒരു ചെലവുകളെ പറ്റിയിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ കോടികളുടെ കണക്കുകളാണ് അദ്ദേഹം പറയുന്നത്. എത്രയധികം ഫണ്ടുകളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. കേരളത്തിന് പുറത്തുനിന്ന് പ്രവാസികളുടെ വൻതോതിലുള്ള പണങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല മേഖലയിലുള്ള കലാകാരന്മാര് ഉൾപ്പെടെയുള്ള പല മേഖലയിലുള്ള ആൾക്കാർ കോടികളായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്, ലക്ഷങ്ങൾ അയച്ചവരുണ്ടായിരുന്നു. അപ്പൊ ഈ ഫണ്ടുകളൊക്കെ വന്നിട്ടുള്ള ദുരിതാശ്വാസ നിധിയിൽ എന്ത് സെക്യൂരിറ്റി ആണുള്ളത്? ഇപ്പോ ഒരു MLA പറയുകയാണ് അയാൾ കൊടുത്ത ഫണ്ട്, അല്ലെങ്കിൽ അയാൾ ഇത്ര കൊടുത്തിട്ട് അത് ലിസ്റ്റിനകത്തിൽ പേരില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഈ ഫണ്ടിലേക്ക് അയക്കേണ്ടത്? ഈ പറയുന്ന ഫണ്ട് സംബന്ധിച്ചാണെങ്കിൽ അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും സാധനങ്ങളോ മറ്റോ വാങ്ങി കൊടുക്കുന്നതാണ് ഇതിലും ബെറ്റർ എന്നുള്ളത്. അന്ന് സഖാക്കന്മാരും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കൃത്യമായി നടപടിയെടുക്കും. കാരണം ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് കൃത്യമായി അതിനുവേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കല്ല വരുന്നത്. അതിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കാണെങ്കിലും അത് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കല്ല വരുന്നത്. പല മുടന്ന ന്യായങ്ങൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. അതായത് എത്രയോ താരങ്ങൾ, എത്രയോ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ എത്രയോ ലക്ഷം വെച്ച് കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു, കോടികൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്രയും പണം എവിടെ എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഈ പറയുന്ന സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇത്ര വീട് വെച്ച് കൊടുത്തല്ലോ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കറിയുന്ന ചില സാധാരണപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു, ഇപ്പൊ പിണറായി വിജയൻ അവർക്ക് വോട്ടിനുള്ളതൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. കാരണം അവരിപ്പോ മുണ്ടക്കൈ ചുരൽമല ദുരന്തം സംഭവിച്ച ആൾക്ക് TV ഒക്കെ കൊടുക്കുന്നുണ്ട്, വീടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അവർക്ക് എന്തായാലും വീണ്ടും വിജയിക്കും എന്നുള്ളത് ആ ഒരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയാണ്. സാധാരണക്കാരാണ് അത് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കൊടുക്കുന്ന ടിവിയോ ഈ കൊടുക്കുന്ന വീടോ ഈ കൊടുക്കുന്ന ഫർണിച്ചറുകളോ ഈ കൊടുക്കുന്ന സൗകര്യങ്ങളോ ഒന്നും അല്ല അവർ അർഹിക്കുന്നത്. അവർക്ക് അതിന് എത്രയോ മുകളിൽ സൗകര്യങ്ങൾ ലഭിക്കാനുള്ള പണം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകേണ്ട പണം ഇപ്പോൾ ചാണ്ടിയുമായി നൽകിയ 50,000 രൂപയുടെ ഒരു റെസിപ്റ്റ് അത് കാണുന്നില്ലല്ലോ ഹർഷയ. 50,000 രൂപ എന്ന് പറയുന്നത് ലിസ്റ്റിൽ പെടാത്തൊരു പൈസയാണ്.
അപ്പൊ അങ്ങനെ ഒരു പൈസ അങ്ങനെയിൽ എത്രയോ രൂപ ഇതേപോലെ ലിസ്റ്റിൽ പെടാതെ നൽകിയത് റെസിപ്റ്റ് എഴുതി റെസിപ്റ്റ് നൽകിക്കൊണ്ട് പണം വാങ്ങിയിട്ട് പണം മുക്കി എത്രയോ ആളുകളുടെ ഈ ദുരിതാശ്വാസ നിധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലരും കൊടുക്കുന്നത് ഇങ്ങനെയൊരു, കാരണം എന്റെ പേര് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഞാൻ ചെയ്യുന്നത് പുറത്ത് ആരും അറിയണമെന്നില്ല എന്ന് പറഞ്ഞു വലത് കൈ വെച്ച് കൊടുക്കുന്നത് ഇടത് കൈ അറിയണ്ട ആ ഒരു സംവിധാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രളയത്തിൽ കൊടുക്കുന്നതാണെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും പേരില്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫണ്ടൊക്കെ ഈ പ്രളയത്തിന് ശേഷമാണ് മുണ്ടക്കൈ ചുരൽമല പ്രശ്നം വന്നപ്പോഴാണ് ദുരിതാശ്വാസ നിധി ഫണ്ടുമായി സംബന്ധിച്ച് വിശ്വാസത കുറവ്, ഒരു അവിശ്വാസം പൊതുവെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൃത്യമായി അവർക്ക് എത്തുന്നുണ്ടോ? കാരണം പ്രളയത്തിന് ശേഷം ഒരുപാട് പൊതുജനങ്ങൾ മുന്നിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് തങ്ങൾക്ക് അർഹപ്പെട്ട ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാലതാമസം എടുത്തിട്ടാണ് പലർക്കും ഫണ്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ദുരന്തം, പ്രളയമായിക്കോട്ടെ, ഈ പറയുന്ന മുണ്ടക്കൈ ചുരൽമല ദുരന്തമായിക്കോട്ടെ, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വയമേ ഞങ്ങൾ വീട് വെച്ച് നൽകിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, സർക്കാർ വഴി എല്ലാം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിയമം ഒരു സമയത്ത് വന്നിരുന്നു. അതായത് നമുക്ക് വ്യക്തിപരമായി ഒന്നും ചെയ്യാൻ പാടില്ല, സർക്കാരിലൂടെ മാത്രമേ അവർക്ക് എത്തേണ്ടത് എത്തുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന കളവുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അഴിമതികൾക്ക് ഒരു സംശയത്തിന്റെ മുൾമുനയിലേക്ക് എത്തുന്നത്. കാരണം എന്തുകൊണ്ട് നമ്മൾക്കത് ചെയ്തു കൊടുത്തുകൂടെ, എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല, സർക്കാർ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന്, നിർധനരായ ഒരു കുടുംബത്തിന് ഞാൻ വീട് വെച്ച് നൽകണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ ആഗ്രഹമായിരിക്കാം. അങ്ങനെ ചെയ്യാൻ തുനിയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അതിന് പിന്നിൽ തട്ടിപ്പാണെന്ന് പറഞ്ഞു വരെ സർക്കാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് സർക്കാർ എന്തായിരുന്നു ലക്ഷ്യം വെച്ചത് എന്നുള്ളത് ഇപ്പോൾ ചോദിക്കാതിരിക്കാൻ സാധിക്കില്ല. ആരെന്ത് ചെയ്താലും അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, കൊള്ളയാണ്. പക്ഷെ ഞങ്ങൾ കട്ടാലും മോഷ്ടിച്ചാലും കൊള്ളയടിച്ചാലും അതൊക്കെ പൊതുപ്രവർത്തനമാണ്. ഇത് ഏത് രീതിയിൽ, അതെങ്ങനെയാണ് നമുക്കൊരു ത്രാസിൽ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഫണ്ടുകളൊന്നും കൃത്യമായി ഒരിടത്തേക്ക് എത്തുന്നില്ല. ദുരിതാശ്വാസ നിധി ഫണ്ട് എന്ന് പറയുന്നതിന് പകരം പിണറായി നിധി ഫണ്ട് എന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ CPM നിധി ഫണ്ട് എന്ന് കൊടുക്കേണ്ടി വരും. പണ്ട് നിങ്ങൾ ബക്കറ്റ് പിരിവുകൾ ഇപ്പോൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റ് പിരിവിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇത്തരം ഫണ്ടിൽ കൂടെ കിട്ടുന്ന ഈ ലിസ്റ്റുകളിൽ വേറെ ഒരു കാര്യവും പറയണ്ട, നമുക്ക് ഈ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അവിശ്വാസവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള കുഴി തോണ്ടുന്നത്. നിങ്ങൾ പറയുകയാണ് കൊടുത്ത ഒരാളുടെ ലിസ്റ്റിൽ പേരില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നൊരു പ്രചാരണം നിങ്ങൾ നടത്തുമ്പോൾ ആ 50,000 രൂപ നിങ്ങൾ എടുത്തു എന്ന് തന്നെയാണ് സത്യാവസ്ഥ. ഇതിപ്പോ ചാണ്ടി ഉമ്മൻ അയാളുടെ കയ്യിൽ റെസിപ്റ്റ് ഉള്ളത് കൊണ്ട് അയാൾ വന്ന് പറഞ്ഞു. ഇപ്പോ ഇദ്ദേഹത്തിന്റെ റെസിപ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇയാൾ പുറമെ വന്ന് ഞാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? വെറുതെ, അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ ഈ ഒരു ആരോപണത്തെ മറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണെന്ന് പറഞ്ഞേനെ. പക്ഷെ റെസിപ്റ്റ് ഉള്ളത് കൊണ്ട് സഖാക്കൾ പെട്ടു. ഇനി എന്താണ് ഇവർ പറയാൻ പോകുന്നത്? ഞങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന്റെ പേര് അടിക്കുന്ന സമയത്ത് മഷി തീർന്നു പോയി, ഇതാണോ ഇനി നിങ്ങൾ പറയാൻ പോകുന്നത്? ചാണ്ടി ഉമ്മനെ ഉദ്ദേശിച്ചല്ല, പക്ഷെ ഞങ്ങളുടെ പൊതുവെ ഉള്ളൊരു ലിസ്റ്റ് പുറത്തേക്ക് വന്നപ്പോൾ അറിയാതെ ചാണ്ടി ഉമ്മന്റെ പേര് വന്നതാണ്. അതായത് പണം അടക്കാതിരുന്ന ലിസ്റ്റിൽ വന്നപ്പോൾ ചാണ്ടി ഉമ്മന്റെ പേര് ഞങ്ങൾ ശ്രദ്ധിക്കാതെ വന്നുപോയതാണ്. ഞങ്ങളുടെ ഭാഗത്ത് ചെറിയ പിഴവ് സംഭവിച്ചു, ക്ഷമിക്കണം എന്നൊന്നും പറയാൻ പോകുന്നതില്ല. CPM ആണല്ലോ പാർട്ടി, സഖാക്കന്മാർ ഒരിക്കലും ക്ഷമ പറയും തോന്നുന്നില്ല. എന്തായാലും അവരുടെ ഭാഗം എന്തെങ്കിലും അവർ ന്യായീകരിക്കും. ചാണ്ടിയമ്മനെ പോലെ ഇനിയും MLA മാർ രംഗത്ത് വരണം എന്നുള്ളത് തന്നെയാണ്. വരും, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ കോൺഗ്രസിന്റെ എല്ലാ MLA മാരും രംഗത്ത് വരും. അവർ കൊടുത്ത് 1 രൂപയെങ്കിൽ 1 രൂപ അവർ അത് കൃത്യമായി അവരുടെ കയ്യിലുള്ള റെസിപ്റ്റ് പുറത്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. CPM-ന്റെ മറ്റൊരു മുഖം കൂടി ഇവിടെ അഴിഞ്ഞു വീണിരിക്കുകയാണ് എന്നുള്ളത് നമുക്കിവിടെ പറയാനായിട്ട്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന് ശേഷം ഇനി അടുത്തതായി പുറത്തേക്ക് വരുന്നതാണ് ദുരിതാശ്വാസ നിധി ഫണ്ട് തട്ടിപ്പ്. ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തതിനൊക്കെ നിങ്ങൾ അനുഭവിക്കാതെ എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? അല്ലെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുക. അതാ, വെറുതെ ആവശ്യമില്ലാതെ നുണ പറഞ്ഞ് നുണ പൊളിയുന്നതിനെക്കാട്ടും നല്ലതല്ലേ പറയാതിരിക്കുന്നത്.